വലിയ ബഹളവും ആരവവും ഒന്നും ഇല്ലെങ്കിൽ പോലും വിഴിഞ്ഞത്തിന്റെ ഉപതെരഞ്ഞെടുപ്പ് ശക്തമായി പ്രചരണം നടക്കുകയാണ്. ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ പോയി സംസാരിച്ചിരുന്നത് BJP-യുടെ, അതുപോലെ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ മുൻനിര നേതാക്കൾ വിഴിഞ്ഞത്ത് പോയി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ വലിയ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ പരിഗണിക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം വിഴിഞ്ഞത്തിന്റെ വികസനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ. സ്വാഭാവികമായി അദാനിക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടാവും. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കണമെങ്കിൽ BJP-ക്കാണ് കൂടുതൽ വോട്ട് കൊടുക്കേണ്ടതെന്നുള്ളൊരു ചിന്ത എങ്ങനെയോ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് BJP-ക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് കിട്ടുന്ന വിവരം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, അവിടെ പരമ്പരാഗതമായി BJP-ക്ക് വോട്ടുകളുള്ള സ്ഥലമല്ല. പക്ഷേ ബിനു എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുളത്തിലൊക്കെ എടുത്ത് ചാടി കാലൊക്കെ മുറിഞ്ഞ് വലിയ പ്രശ്നമായി പ്ലാസ്റ്ററൊക്കെ ഇട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വലിയ തോതിലാണ് BJP പ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത്. വികസിത വിഴിഞ്ഞം എന്നൊരു കൺസെപ്റ്റ് തന്നെ BJP മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് BJP-യും കോൺഗ്രസും CPM-ഉം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ത്രികോണ മത്സരത്തിൽ നിന്ന് മാറി ഒരു നേരിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് പോകുന്നുണ്ടോ കാര്യങ്ങൾ? കോൺഗ്രസിന്റെ ചിത്രം എങ്ങനെയാണ് നമുക്കറിയില്ല. ഒരു CPM വേഴ്സസ് BJP ഒരു മത്സരത്തിലേക്ക് പോവുകയാണോ എന്നൊരു രീതി വരുന്നുണ്ടോ എന്നൊരു സംശയം വിഴിഞ്ഞത്തുനിന്ന് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ സ്വാഭാവികമായിട്ട് BJP-ക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് സാധ്യത മാത്രമാണ് പറയാൻ കഴിയും. കാരണം ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അത് ആർക്ക് വോട്ട് ചെയ്യണം, എപ്പോൾ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്തിന് 50 സീറ്റ് BJP പിടിച്ചപ്പോൾ അത് 51 ആയില്ലല്ലോ. നമുക്കത് പറയാൻ പറ്റത്തില്ല. ഒരു സീറ്റ് കിട്ടിയില്ല, കിട്ടാത്തത് തന്നെയാണ് ജനാധിപത്യത്തിൽ. പക്ഷെ നമുക്ക് അറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിഴിഞ്ഞത്തിന്റെ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത്. അതേസമയം ഒരു പ്രധാന കാര്യം, ഈ വിഴിഞ്ഞം ഒരു സീറ്റ് കിട്ടിയാൽ, BJP കിട്ടിയാൽ, ഈ കണ്ണമ്മൂല രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇതും BJP അവിടെ ശക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവതരമായി BJP-ക്ക് വിഴിഞ്ഞ സീറ്റ് വേണം എന്നുള്ള നിലയിലാണ് BJP നീങ്ങുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം. വിഴിഞ്ഞം സീറ്റ് കിട്ടിയാൽ അത് ന്യൂനപക്ഷത്തിന്റെ പ്രദേശം കൂടെയാണ്. ക്രിസ്ത്യൻ മിഷണറിമാരും ക്രിസ്ത്യൻ പ്രവർത്തകരും ക്രിസ്ത്യൻ ആളുകളും ധാരാളം താമസിക്കുന്ന സ്ഥലമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ക്രിസ്ത്യൻ വിഭാഗമുള്ള സ്ഥലമാണ്. അവിടെ ഒരു സീറ്റ് പിടിക്കാൻ കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ആ തീരദേശ മേഖലയിൽ ബാക്കി വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനും വോട്ട് പിടിക്കാൻ കഴിയും, സമാഹരിക്കാൻ കഴിയും. കുറേ വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും കൂടെ അവിടെ ചെയ്താൽ സമാഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വിഴിഞ്ഞം നേരത്തെ ഗ്രാമപഞ്ചായത്തായിരുന്നു, പിന്നീട് അത് നഗരസഭയുമായിട്ട് ചേർത്തത്. ആറ്റിപ്ര, ഉള്ളൂരൊക്കെ ഗ്രാമപഞ്ചായത്തുകളായിരുന്നു. അതെല്ലാം പിന്നെ 50 വാർഡ് നേരത്തെ ഉള്ളായിരുന്നു, പിന്നെ അത് 60 ആക്കി, പിന്നെയാണ് 101 വാർഡായത്. ഇപ്പോൾ ആദ്യത്തിൽ നേരത്തെ 101 വാർഡൊന്നും ഇല്ല നഗരസഭയ്ക്ക്. ആറ്റിപ്ര പഞ്ചായത്ത് ഉണ്ടായിരുന്നു, ഉള്ളൂർ പഞ്ചായത്ത് ഉണ്ടായിരുന്നു, പിന്നെ വിഴിഞ്ഞം പഞ്ചായത്തുണ്ട്, ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കട്ട് ചെയ്തിട്ടാണ് തിരുവനന്തപുരത്തേക്ക്. അപ്പം വിഴിഞ്ഞം പഞ്ചായത്തിന് അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ട് വന്നപ്പോഴുള്ള ഒരു കുഴപ്പം എന്നുള്ള ഒരു പരിമിതി, ഇപ്പോഴും വിഴിഞ്ഞത്ത് ശരിക്കും കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങളുണ്ട്. ഞാൻ കുറേ സർവേകളൊക്കെ അവിടെ നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോഴും കാശ് കൊടുത്ത് വെള്ളം വാങ്ങുന്ന ആ വീട്ടമ്മമാരുണ്ട്. 50 രൂപ 60 രൂപയൊക്കെ കൊടുത്താണ് ഒരു ദിവസം വെള്ളം വാങ്ങുന്നത്. ടാങ്കർ ലോറിയിൽ വെള്ളം എടുക്കുന്ന സ്ഥലം. കാരണം ഒന്നാമത്തെ പ്രശ്നം അവിടെ കുഴിച്ച് വെള്ളം എടുക്കാൻ കഴിയത്തില്ല. കാര്യം ഉപ്പ് വെള്ളം ധാരാളമുള്ളൊരു സ്ഥലമാണ്, കോസ്റ്റൽ ഏരിയയാണ്. അപ്പോൾ പിന്നെ പൈപ്പും അത്ര കൃത്യമായി പൈപ്പ് വെള്ളവും എത്തിയിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ അമ്മമാരുടെ സഹോദരിമാരുടെ വലിയൊരു വിഷയമാണ് ഈ കുടിവെള്ളത്തിന് ശുദ്ധമായ വെള്ളം കാശ് കൊടുക്കാതെ വാങ്ങുക എന്ന് പറയുന്നത് വലിയൊരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി വന്നപ്പോഴുണ്ടായ ചില പുനരധിവാസ പ്രശ്നങ്ങളുണ്ട്. അത് കുറച്ച് ആളുകൾക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു, അവരുടെ വല വയ്ക്കാനുള്ള യാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഈ വലയും ഉപകരണങ്ങളൊക്കെ വയ്ക്കുന്ന യാനം എന്നാണ് പറയുന്നത്, ആ സ്ഥലം നഷ്ടപ്പെട്ടു. കാരണം കുറേ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയുള്ള കുറേ ആളുകളുടെ പുനരധിവാസവും നടക്കണം. ഇതിനൊക്കെ ഒരു സംവിധാനം അവിടെ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ആര് ജയിച്ചാലും ഇതൊക്കെയാണ് ആവശ്യമായി അവരുടെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ബിനുവിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. അത് കോർപ്പറേഷന്റെ 51 സീറ്റിലേക്ക് പോകാനുള്ള, BJP-യുടെ തനതായിട്ടുള്ള 51 സീറ്റിലേക്ക് പോകാനുള്ള യാത്രയ്ക്ക് മാറ്റുകൂട്ടുന്ന അല്ലെങ്കിൽ മൂർച്ച കൂട്ടുന്ന ഒരു ജയമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് പറയാൻ കഴിയത്തില്ല അവിടെ എന്താ സംഭവിക്കുക. നമ്മൾ എന്ത് പറഞ്ഞാലും ജനങ്ങളാണ് അൾട്ടിമേറ്റായിട്ട് വോട്ട് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ക്രിസ്ത്യ വിഭാഗം നല്ലൊരു ഭാഗവും കോൺഗ്രസുമായി കൈകോർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ UDF പക്ഷത്തോട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവിടെ നമ്മുടെ ഈ പിന്നെ വിഴിഞ്ഞം തെരഞ്ഞെടുപ്പിൻ്റെ സമരവുമായി, വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സമരത്തിൻ്റെ നായകരായിട്ടുള്ള അച്ഛന്മാരും ഒക്കെ ഒരു CPM വിരുദ്ധരായിട്ടുള്ള കാരണം അവരെ അറസ്റ്റ് ചെയ്യുകയും
ഒരുപാട് പേരെ ജയിലിലിടുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അത് BJPക്ക് അനുകൂലമായി മാറുമോ എന്നുള്ളതാണ് വിഴിഞ്ഞം ചോദിക്കുന്ന ചോദ്യം. അങ്ങനെ BJP തിരുവനന്തപുരത്ത് 50 എന്നുള്ള സീറ്റ് 51 5 വർഷവും സുഗമമായി ഇത് കൊണ്ടുപോകുമോ? നമ്മുടെ ഭരണം കൊണ്ടുപോകാൻ BJP കഴിയുമോ? ഇനി വികസിത വിഴിഞ്ഞം എന്ന് പറഞ്ഞ് എന്താണ് BJPയുടെ കയ്യിലുള്ള അവിടത്തേക്കുള്ള വികസന പ്രവർത്തനം? അത് ഞാൻ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായ കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ടോയ്ലറ്റും വലിയൊരു വിഷയമാണ്. അത് കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ടുള്ള പരിമിതികളാണ് ഇതൊക്കെ. ആ പരിമിതികൾ ഇപ്പം ആഴക്കുഴി കക്കൂസ് വെക്കാൻ പറ്റത്തില്ല, സെപ്റ്റിക് ടാങ്ക് വെക്കാൻ പറ്റത്തില്ല, കുറെ പരിമിതികളുണ്ട് അവിടെ. ആ പരിമിതികളെ മുറിച്ചു കടക്കാനുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും കടലാക്രമണം വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വിഴിഞ്ഞം പ്രദേശത്തൊക്കെ. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കുന്ന ഒരു വികസിത വിഴിഞ്ഞം വരുമോ? അത് BJPക്കാർ കൈകൊടുക്കുമോ? അതിന് BJPക്ക് അവസരം കിട്ടുമോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയും വിഴിഞ്ഞം പ്രദേശത്ത് വരുന്നുണ്ട്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ അദാനിയുടെ പോർട്ടുമായിട്ട് വളരെ അടുത്ത് ബന്ധം കിടക്കുന്ന ഈ പ്രദേശത്ത് വളരെ സമഗ്രമായ വികസന പദ്ധതികൾ നടപ്പിലാകുമോ എന്നുള്ളതാണ് വിഴിഞ്ഞം ചോദിക്കുന്ന ചോദ്യം. തീർച്ചയായിട്ടും വിഴിഞ്ഞത്ത് നേരത്തെ ഇല്ലാതിരുന്ന ഒരു അപ്പർ ഹാൻഡ്, ഒരുപക്ഷെ നേരത്തെ സമ്പൂർണ്ണമായി എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ BJPക്ക് ഇത്രയും അപ്പർ ഹാൻഡ് കിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ലൊരു അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ കോർപ്പറേഷൻ്റെ ഭരണം ഇരിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. മാത്രമല്ല, നേരത്തെ ആയിരുന്നെങ്കിൽ എല്ലാ സംസ്ഥാന നേതാക്കൾക്കൊന്നും അവിടെ പോയി പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു കൗൺസിൽ തിരഞ്ഞെടുപ്പ് മാത്രമല്ലേ. ഇപ്പോഴങ്ങനെയല്ല, എല്ലാ സംസ്ഥാന നേതാക്കളും അവിടെ പോയി പ്രവർത്തിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ നേതാക്കൾ, BJPയിലുള്ള ക്രിസ്ത്യൻ നേതാക്കളൊക്കെ അവിടെ പോയി പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം ഗുണകരമായി വരുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ റെജി ലൂക്കോസ് വരെ, അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ്, CPMൻ്റെ സഹയാത്രികനാണ്, അദ്ദേഹം വരെ വിഴിഞ്ഞത്ത് പോകും, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം BJPക്ക് ഗുണകരമാകുമോ? അങ്ങനെയാണെങ്കിൽ ബിനു ജയിക്കും BJPയുടെ, അല്ല എങ്കിൽ മറ്റൊരു കാൻഡിഡേറ്റ് ആയിരിക്കും. അത് CPMനാണ് സാധ്യത. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ബഹളം അവിടെ ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇനി അല്ല, പരമ്പരാഗതമായി കോൺഗ്രസിനെയും സ്വീകരിക്കുന്നൊരു മണ്ണാണത്. അത് കോൺഗ്രസിന് അനുകൂലമായി വരുമോ അതോ BJP തന്നെ നേടുമോ എന്നുള്ളതാണ് ഇന്നത്തെ നിലയിൽ BJPക്കൊരു അപ്പർ ഹാൻഡാണ് വിഴിഞ്ഞത്ത് കാണുന്നത്.